നോക്ക് ഈ സ്ഥലം ശ്രദ്ധിച്ച് കണ്ടോ. ഇവിടെ ഒരു വലിയ കുടുംബം താമസിക്കുന്നതാണ്. അവരെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണ് ഇത്. അല്ല, ഇത് കിണർ, വീട്ടിൽ കയറി പോകുന്ന വഴിയാണ്. ഇവിടെ ആ കാണുന്ന അതിൻ്റെ ആ ഇടിച്ച് നിരത്തി അന്നരപ്പുള്ള സ്ഥലത്തായിരുന്നു വീട്ടിൽ നിന്നത്. കണ്ടോ, ആ അടുപ്പിന് താഴെ. ആ വീട്ടിൽ ഏതാണ്ട് 10 അംഗങ്ങളുണ്ടായിരുന്നു. അവർ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു. ഇന്ന് മക്കളെല്ലാം ആ വീട്ടിലെ കുടുംബനാഥൻ മരിച്ചുപോയി. അവരുടെ ഭാര്യയുണ്ട്. മക്കൾ എല്ലാവരും വിവാഹങ്ങൾ കഴിഞ്ഞ് കുടുംബമായി ഓരോ സ്ഥലങ്ങളിലായി. അപ്പോൾ ഇവിടെ ആൾ താമസമില്ലാതായി. ആ വീട് ഇടിഞ്ഞ് പൊടിഞ്ഞങ്ങ് പോയി. നോക്ക്, ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നെന്ന് പറയുമോ? അവർ സന്തോഷത്തോടുകൂടി ഉല്ലസിച്ചും ആഹാരങ്ങൾ കഴിച്ചും കിടന്നുറങ്ങിയും ഇന്ന വീട് ഇന്നവിടെ ഇല്ല. ഇന്നവിടെ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഇല്ലാതായിരിക്കുന്നു. ഓരോ ജീവിതങ്ങളുടെ രീതി ഒന്ന് മനസ്സിലാക്കി. എന്താണ് ഇവിടെ നിലനിൽക്കുന്നത്? ഒന്നും നിലനിൽക്കുന്നില്ല. ഇന്ന് കാണുന്നു, നാളെ മാഞ്ഞു പോകുന്നു. അവിടെ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിട്ട് ഒരു വലിയ കുടുംബം താമസിച്ചിരുന്നു. ഇന്ന് ഒരടയാളം പോലുമില്ലാതെ മാഞ്ഞ് ആ കിണർ മാത്രം അങ്ങനെ ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്നു. മനുഷ്യൻ അവിടെ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും? അത്തരത്തിൽ അവിടെ ഒരു അടയാളം പോലുമില്ലാതെ കുടുംബനാഥൻ മരിച്ച് മണ്ണായി. മക്കൾ നാനാഭാഗത്തായിട്ട് താമസമായി. ആരുമില്ല ഇന്നവിടെ. ഇതാണ് അത്രയേ ഉള്ളൂ ജീവിതം. എന്നിട്ടും ഈ ഭൂമി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഭൂമിയിലുള്ളതെല്ലാം ഒരു 100 കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും മാഞ്ഞു പോകും. എന്നാലും ആ ഭൂമി വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കോടാനുകോടി വർഷങ്ങളായി ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും മനുഷ്യൻ പറയുന്നു ഇത് ആരോ സൃഷ്ടിച്ചതാണെന്ന്.